ഹേയ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു വ്ളോഗ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നടാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇൻട്രോ ഞാൻ മേലെന്ന് എടുക്കാന്ന് വിചാരിച്ചത്, പക്ഷെ അവിടെ വെളിച്ചം പോരാ. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ഇൻട്രോ എടുത്തിട്ട് സാധനം എടുക്കാൻ മേലക്ക് പോവാന്ന്. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു 3 തൈ നമുക്കൊരു കവറിലാക്കി സെറ്റ് ചെയ്തിട്ട് ഒരു 2-2.5 മാസം മുന്നേ നമുക്കൊരു പരിചയക്കാര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ സമയത്ത് ഭയങ്കര മഴക്കാലായിരുന്നു, നല്ല മഴയൊക്കെ പെയ്യുന്നൊരു സമയമായിരുന്നു. പിന്നെ പോരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചടപടേനെ കൊണ്ടുവന്നാണ് നടാൻ പറ്റില്ല. കാരണം നമ്മളവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നിൽക്കാൻ പറ്റുന്ന അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കിയിട്ട് സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ താഴേക്ക് കൊണ്ടുവരാനേ. അപ്പൊ ഇപ്പം നമ്മളൊരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ളൊരു ഇതൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേലെന്ന് കൊണ്ടുവരാം. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, അതിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ തെഴുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. എന്തോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിലേറ്റവും ട്രൈ ചെയ്യാത്തൊരു ചെടിയാണത്, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കുറെ സംഭവങ്ങൾ ട്രൈ ചെയ്ത് ഇപ്പൊ ഈ റംബുട്ടാനൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു. വീട്ടിൽ റംബുട്ടാനൊക്കെ ഉണ്ടായി അതിങ്ങനെ കഴിക്കുന്നു എന്നാണ്. അപ്പം അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതിങ്ങനെ ഉണ്ടായി കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അപ്പൊ ഏതായാലും അത് മേലെന്ന് കൊണ്ടുവന്ന് താഴെ നടുക, അതിന്റെ ഒരു വ്ളോഗാക്കി ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിലെല്ലാ ചെടികളും നടുമ്പോൾ വ്ളോഗ് എടുക്കുന്നതാണല്ലോ. അപ്പം ഇപ്പൊ അങ്ങനെ വലിയൊരു മഴക്കാലം ഒന്നല്ല, കുറെയൊക്കെ വെയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നടാന്ന് വിചാരിച്ചു. അതിന് വെയിലാണ് കൂടുതൽ വേണ്ടതെന്ന് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി വലിയൊരു ധാരണ അല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉമ്മ നടും, നമ്മൾ വീഡിയോ എടുക്കും. അതാണല്ലോ നമ്മളുടെ പതിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നു നോമ്പിന്റെ സമയത്ത്. ഈ യൂട്യൂബിൽ എല്ലാവരും ഭയങ്കര സംഭവമാക്കി ഇങ്ങനെ റിവ്യൂ ഒക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ ആ സാധനം കാണാനുള്ള ഭംഗിയുണ്ട്. നമ്മളൊരു ദിവസം ഇങ്ങനെ കടയിൽ കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നത്. അപ്പൊ ഉള്ളിൽ ഈ വൈറ്റ് പൾപ്പാണ്. അത് കഴിച്ചപ്പോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങക്ക് അതിന്റെ ആ ഒരു ചോയ ഞങ്ങൾക്ക് അത്രക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അന്ന് അത്ര പറ്റിയില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ചിലർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പച്ചി ഒരു ദിവസം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളില് മറ്റേ ആ ഒരു ഡാർക്ക് പിങ്ക് കളർ വരുന്ന അതുണ്ടല്ലോ, അത് കഴിച്ചപ്പോൾ ഇപ്പച്ചി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മളന്ന് കഴിച്ചതിന്റെ മാതിരി നല്ല അടിപൊളിയാണെന്നൊക്കെ ഇപ്പച്ചി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവന്ന വീട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണത്, അതിന്റെ തൈ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം അതിലുണ്ടായാൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഇപ്പച്ചി പറഞ്ഞ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പം മറ്റേത് മാതിരിയല്ല, ഇതിന് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലും എന്തായാലും നട്ടോക്കാം. നമ്മൾ നട്ടിന് എന്ത് കുന്തം കിട്ടിയാലും നമുക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ നേരെ മേലെ പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിങ്ങനെ തെഴുത്ത് പൊട്ടിയുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് താഴെ കൊണ്ടുവന്നിട്ട് നടാം. അപ്പം ഓക്കെ അല്ലേ, നമുക്ക് നേരെ ടെറസിന്റെ മണ്ടേക്ക് പോവാം ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഓപ്പൺ ടെറസ്. ബാക്ക് വശത്തുള്ള അടുക്കളയിൽ നിന്ന് മേലോട്ടേക്ക് അങ്ങോട്ട് കയറിയാൽ മതി. പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഇരുന്നത് ആക്രിക്കട എങ്ങാണ്ടാണോ എന്നുള്ളത്. പഴയ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് ആക്രിക്കട. ദാ ഇരിക്കണു നമ്മുടെ കഥാനായകൻ 3 കവറിന്റെ ഉള്ളിൽ കുട്ടപ്പന്മാരായിട്ട് നമുക്ക് തരുമ്പോ ആ ഒറ്റ കൊമ്പ ഉണ്ടായിരുന്നുള്ളൂ. ആ സൈഡിൽ കൂടെ ഒക്കെ വളർന്നു വന്നിക്കണത് പുതിയ അതിഥികളാണ്. ഇവന് മാത്രം എന്തോ കൊമ്പുണ്ട് തോന്നുന്നുണ്ട്. 2 എണ്ണം മുളച്ചിക്കണല്ലോ. ഇനിയാണ് മെനക്കെട്ട പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം കൂടി എടുത്ത് താഴെ കൊണ്ടുപോയി വെക്കല് വല്ലാത്തൊരു പണിയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കിന്നിരിച്ചോണ്ട് നിൽക്കാണ്ട് ഓരോന്നായിട്ട് ഇങ്ങോട്ട് പെറുക്കി എടുത്താണ്ട് കൊണ്ടുപോവാം. ആക്ച്വലി കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നെങ്കിലും ഇതിന് നല്ല വെയിറ്റ് ഉണ്ടേ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ ഭയങ്കര കർഷകത്തിയാണ്. ഇത് ഇവിടുന്ന് തൂക്കിയിട്ട് താഴെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പിന്നെ ക്യാമറ എടുത്ത് ഞാൻ വീഡിയോ എടുക്കും. അതോടെ എന്റെ പണി അങ്ങോട്ട് തീരും. പിന്നുള്ളതൊക്കെ അമ്മ എടുക്കലിട്ടോ. ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാര്യം എന്താ അറിയോ, എന്റെ വീഡിയോ കാണുന്ന പരിചയക്കാരൊക്കെ വിചാരം ഞാൻ ഭയങ്കര നല്ല മോളാണ്, ഞാനുള്ള എല്ലാ പണി എടുക്കും. വെറുതെ ഒരു തെറ്റിദ്ധാരണ എന്തിനാ ഞാൻ ഓരോ മനസ്സിൽ വളർത്തിയെടുക്കണ്. എന്റെ അമ്മക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് അല്ലേ, അത് 37 എടുത്തോട്ടെ. അങ്ങനെ പരിപാടികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഉച്ചക്ക് നല്ലോണം ശാപ്പാടൊക്കെ മുണുങ്ങിയിട്ട് നമ്മൾ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി നമ്മളെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ കണ്ട വീഡിയോയിലൊക്കെ ഒരു പോസ്റ്റോ കവുങ്ങോ ഒക്കെ നട്ടുപിടിപ്പിച്ച് അതിന്റെ മണ്ടമ്മൽ ഒരു ടയറും കെട്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ ചെടി വളർത്തി അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിടുന്നതാണ് കണ്ടിക്കണത്. ഇപ്പൊ തൽക്കാലം കവുങ്ങും പോസ്റ്റൊന്നും കൊത്തി പിടിച്ചെടുത്ത് വരാൻ പറ്റാത്തോണ്ടേ നമ്മളെന്താക്കി പെരയിലുള്ള കർമൂസമാരാണ്ട് മൊത്തത്തിൽ വെട്ടിയിട്ട് അതിന്റെ ചോട്ടിലാണ്ട് നട്ടുകൊടുത്തു. വളർന്നു വലുതാവുമ്പോ കർമൂസ മരത്തിന്റെ മണ്ടയെ കെട്ടിക്കൊടുക്കാൻ നമുക്ക് ടയർ. പണി എടുത്തില്ലെങ്കിൽ നോക്കി നിന്ന് ക്ഷീണിച്ചോണ്ട് നമ്മൾ അപ്പുറത്തുള്ള പേരക്ക മരത്തുമെന്ന് കുറച്ച് പേരക്കൊക്കെ പറിച്ച് നല്ലോണം നാടൻ രീതിയിൽ ഉപ്പും മുളകൊക്കെ കണ്ട് തിരുമ്മി. ഫോർക്ക് ഇച്ചിരി പരിഷ്കാരിയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിലുണ്ട് കുത്തിയിട്ട് മടേനണ്ട് തിന്നുക. ഏതായാലും ആ പരിപാടി ഉണ്ട് കഴിഞ്ഞു കിട്ടിയല്ലോ. ഇനി അടുത്ത പരിപാടിക്കുള്ള വകയും കൊണ്ടാണ് ഉമ്മച്ചി കേറി വന്നിക്കണത്. അപ്പുറത്തെ ചേച്ചിന്റെ കൂടെ പോയി വന്നപ്പോണ്ട് ഒരു പൊന്തക്കാട് പെറുക്കിയെടുത്ത് വന്നിക്കണ്. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ച് മദ്രസിന് കിട്ടിയ ജഗ്ഗില് മുഴുവനും വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ്
വേണ്ടാന്ന് പറഞ്ഞ് അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിക്കണ്. അതും പോരാഞ്ഞിട്ടുള്ള ചട്ടിയിൽ മണ്ണും നിറച്ചിട്ട് ഇതുപോലെ സൈഡിലും കൊണ്ടുപോയി വെച്ചിക്കണ്. പക്ഷെ ചട്ടിയിൽ വെച്ചത് എനിക്ക് ഇഷ്ടായിട്ടോ. ഓവന്റെ സൈഡ് വരെ എത്തി ചെടി വളർത്തല്. വിട്ട അമ്മ ഓവന്റെ മണ്ടയിലും ഇപ്പൊ ചെടി വളർത്താനായിട്ട് തുടങ്ങും. അങ്ങനെ ആ അങ്കലാപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്തു, ടൗണിക്ക് വിട്ടു വണ്ടി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ കാലമായി പുറത്തിറങ്ങി ടൗണൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനു. ഇനി ഫോണും പിടിച്ചിട്ട് ടൗണിൽ കൂടെ തേരാപ്പാര നോക്കി നടക്കാന്നുള്ള പേര് വരാതിരിക്കാൻ വേണ്ടി ടൗണത്തെ വ്ളോഗ് ഉണ്ട് നിർത്തിയില്ലട്ടോ. അതൊക്കെ കഴിഞ്ഞ് പെരിയിലെത്തിയപ്പോ ദാ എന്റെ 2 അനിയന്മാരും കോളേജ് വിട്ടിവിടെ എത്തിക്കണ്. എന്നിട്ട് രണ്ടും കൂടി ചൂണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ കുളത്തേക്ക് പോയിക്കാണ്. എന്തിനാന്നല്ലേ, മീൻ പിടിക്കാന്. ആ കുളത്തുനിന്ന് മീൻ പിടിക്കണമെങ്കിൽ ആദ്യം മണ്ണിരനെ കിട്ടണം. മണ്ണിരനെ തപ്പിയിട്ട് തന്നെ 2-2.5 മണിക്കൂർ ആ പറമ്പിക്കൂടെ മൊത്തം നടന്നിക്കണ ആ 2 കാലിസ്രായാളും. ഓലെ കൊണ്ട് പറ്റണില്ലാന്നും പറഞ്ഞിട്ട് മൂന്നാമതൊരാളെയും കൂടി വരുത്തി, പിന്നെ 4-5 എന്ന് പറഞ്ഞ ആൾക്കാരെ മുഴുവൻ വരുത്തി ഒരു മണ്ണിരൻ തപ്പാൻ വേണ്ടിയിട്ടേ. ഏതായാലും അതും നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം നടക്കൂല, അതോട്ട് പിടിച്ച് കൊണ്ടുവരലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ വായും തുറന്ന് ഈച്ച വരുന്നതും നോക്കിയിരിക്കണേലും ഭേദം മുണ്ടാതെ പെരി പോയി വല്ല ചായയും വെള്ളവും കുടിച്ചാലാ നല്ലത്. അതുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങള് ഇതേലൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലേ താഴെ കമന്റ് ബോക്സിലും കൂടി ഉണ്ട് പറഞ്ഞാളി.